ജോ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ. അതിനാവശ്യമായ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 തണ്ട് കറിവേപ്പില. ഇതിനാവശ്യമായ മസാലകൾ: 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് ഒരു പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, സ്ലൈസ് ചെയ്തിരിക്കുന്ന സവോള, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് ഇത് വേകാനായി നമുക്ക് വെക്കാം. ബീഫ് വേകുമ്പോഴേക്ക് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്, 4 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, 3 തണ്ട് കറിവേപ്പില, 10-15 പീസ് കൊച്ചുള്ളി 3ആയി നടുവേ കീറിയത്, ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യമായ തേങ്ങാക്കൊത്ത്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി ചൂടാകാനായി വെക്കാം. ചൂടായ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത തേങ്ങാക്കൊത്ത് ഏകദേശം ഈ കളറാകുമ്പം കോരി മാറ്റാം. തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. 3ആയി കീറിയ കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് ഇതെല്ലാം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഈ രീതിയിൽ കിട്ടും. നന്നായി വെള്ളം വറ്റി കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തിൽ മസാല പിടിക്കുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് ഈ ഒരു രീതി നമുക്ക് കിട്ടും. ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഡാർക്ക് കളർ വേണമെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.